CMRL എക്സാലോജിക് ഇടപാടിൽ SFIOയുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഇഡിക്ക് കൈമാറാം. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട SFIO നടത്തിയിരുന്ന അന്വേഷണത്തിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഇഡിക്ക് ഇന്ന് കൈമാറും. അത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ഇഡി വിചാരണ കോടതിയായ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനമായിരിക്കുന്നത്. അന്തിമ അന്വേഷണ റിപ്പോർട്ടിനായി നേരത്തെ തന്നെ നൽകിയിരുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഉത്തരവ്. നേരത്തെ തന്നെ അതായത് SFIO നൽകിയിരുന്ന ഈ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചിരുന്നു. അതായത് തുടർ നടപടിയുടെ ഭാഗമായി ഇതിന്റെ ഈ റിപ്പോർട്ട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ വീണ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോടതി സമൻസ് അയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിൽക്കുന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തീരുമാനം. ഇനി SFIO പ്രതി ചേർത്തിട്ടുള്ള 1-ാം പ്രതി CMRL MD ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതി വീണ വരെയുള്ളവർക്ക് സമൻസ് അയക്കുന്ന നടപടികളും ബാക്കിയുണ്ട്. 4 പ്രതികളും 4 കമ്പനികളാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി നടപടികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇഡിയുടെ അന്വേഷണവും ഇതിന് SFIOയ്ക്ക് പാരലായി തന്നെ ഇഡിയുടെ അന്വേഷണവും നടന്നിട്ടുണ്ട്. SFIO സമർപ്പിച്ചിട്ടുള്ള അന്തിമ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പിനായിട്ടാണ് ഇഡി അപേക്ഷ സമർപ്പിച്ചത്. ആ കാര്യത്തിലാണ് ഇന്ന് ഇഡിക്ക് അന്തിമ തീരുമാനം. ഏത് പശ്ചാത്തലത്തിലായിരുന്നു ഇഡി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നത്? അതായത് SFIO കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ SFIO നടത്തിവന്ന മാസപ്പടി കേസിൽ SFIO നടത്തിവന്ന അന്വേഷണത്തിന്റെ പകർപ്പുകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇഡിയും സമാനമായ അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ കാര്യത്തിൽ SFIOയുടെ അഭിപ്രായം കൂടി അന്വേഷിച്ചതായിരിക്കും ഇഡിക്ക് കോടതി പകർപ്പ് കൈമാറുന്ന സാഹചര്യമുള്ളത്. അങ്ങനെ അതായത് ഈ അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ 11 പേരെ പ്രതി ചേർത്തിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് SFIO സമർപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇഡിയും ഇതിന് സമാനമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതായത് ഈ കേസിൽ PMLA അതുപോലെ ചെമ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായാൽ CMRL കമ്പനികളടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുകൾ കണ്ടെത്തുന്ന നടപടികളിലേക്ക് ഇഡിക്ക് കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് SFIOയുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ടിനായി ഇഡി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നത്. ആ കാര്യത്തിലാണ് ഇന്ന് തീരുമാനമായിട്ടുള്ളത്. എന്തായാലും ഉച്ചയോടുകൂടി ഇഡിക്ക് റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്.